ഹലോ. വൈക്കംകാരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ ദിവസവും അഷ്ടമിക്ക് പോകണം. ഇല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു സമാധാനക്കുറവാണ്. കാരണം വർഷത്തിലാകെ 12 ദിവസം വരുന്ന ഒരു വലിയ ഉത്സവമാണല്ലോ നമ്മുടെ വൈക്കത്തെ അഷ്ടമി. അപ്പോൾ അതിൽ നമ്മൾ പോവാതിരുന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര മിസ്സിങ് ആയിരിക്കും. നമ്മളൊക്കെ എപ്പോഴും നേരത്തെ കല്യാണത്തിന് മുന്നേയൊക്കെ ഞാനൊക്കെ ഡെയിലി പോവായിരുന്നു. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും കുറേ നാളത്തേക്ക് നമുക്ക് പോകാനൊക്കെ പറ്റാതെയായി. കുഞ്ഞിനെയൊക്കെ കൊണ്ട് പോകൽ പാടായി തുടങ്ങി. പിന്നെ അത് ഭയങ്കര തിരക്കാണല്ലോ. അപ്പോൾ കുഞ്ഞു മക്കളെയൊക്കെ കൊണ്ടുപോകലൊക്കെ ആ സമയത്തൊക്കെ പാടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുഞ്ഞൊക്കെ കുറച്ച് വലുതായി കഴിഞ്ഞപ്പോഴാണ് എല്ലാ ദിവസമൊക്കെ പോകാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ഇത്തവണത്തെ അഷ്ടമിക്കാണ് ഏറ്റവും കൂടുതൽ തവണ പോയിട്ടുള്ളതെന്നാണ് തോന്നുന്നത്. ബാക്കി ദിവസങ്ങളിൽ അഷ്ടമിക്ക് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ദിവസമൊക്കെ പോയാലായി. വേറൊന്നും കൊണ്ടല്ല, ആ സമയത്തൊക്കെ കുട്ടിയും കൊണ്ടൊക്കെ പോക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്തായാലും നമ്മൾ ഇന്ന് പോയത് ശരിക്കും പറഞ്ഞാൽ രാത്രി ഒരു 9:30 കഴിഞ്ഞിട്ടാണ്. പോവാതിരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. മഴയായതുകൊണ്ട് നമ്മൾ ആകെപ്പാടെ പെട്ടിരിക്കുമായിരുന്നു. ഇപ്പോഴത്തെ ഒരു വല്ലാത്ത കാലാവസ്ഥയാണ്. അഷ്ടമി തുടങ്ങിയിട്ട് ഫുള്ള് മഴയാണ്. കൃത്യം നമ്മൾ ആ വൈകുന്നേരം പോകുന്ന സമയമാകുമ്പോഴത്തേക്കിനും മഴ തുടങ്ങും. പിന്നെ മഴ തോരത്തുമില്ല. ഞങ്ങൾ എന്തായാലും ഇത്തവണ മഴ തോർന്നിട്ട് പോകണം എന്ന് തന്നെ വിചാരിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ ഒരു 9:30 കഴിഞ്ഞപ്പോൾ ഏകദേശം മഴ ഇത്തിരി തോർന്ന സമയത്താണ് ഞങ്ങൾ മൂന്നാളും കൂടെ പോയത്. എന്തായാലും ആ സമയത്ത് പോയത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വേറെ ഒന്നും കൊണ്ടല്ല, അമ്പലത്തിൽ ഫുള്ളിങ്ങനെ വെള്ളം കെട്ടി കിടക്കായിരുന്നു. ചീത്ത വെള്ളമൊന്നും അല്ല കേട്ടോ, നല്ല വെള്ളം തന്നെയാണ്. നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു. കാരണം അമ്പലത്തിന് ചുറ്റോട് ചുറ്റും മണലായതുകൊണ്ട് തന്നെ നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു അമ്പലത്തിലുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് സമയം നമുക്ക് ആ വെള്ളത്തിൽ കൂടെയൊക്കെ നടക്കാനൊക്കെ പറ്റി. അത് തന്നെയല്ല, ഒരഷ്ടമിയുടേതായ തിരക്കൊന്നുമില്ല. അമ്പലത്തിലൊന്നും ആരും ഇല്ലായിരുന്നു. ഭയങ്കര മഴയും വല്ലാത്തൊരു കാലാവസ്ഥയൊക്കെ ആയതുകൊണ്ട് ആരും തന്നെ അമ്പലത്തിലേക്കൊന്നും വരാനായിട്ട് കൂട്ടാക്കിയില്ലെന്നാണ് തോന്നണേ. പിന്നെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം ഇങ്ങനെ അമ്പലത്തിലൊക്കെ ഇങ്ങനെ കറങ്ങിയൊക്കെ നടന്നു. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കിനും കുറേ കുഞ്ഞു പിള്ളേർ ഇങ്ങനെ സാധനങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു. അപ്പോൾ അതുങ്ങളോടൊരു സെൻറ്റിമെൻറ്റ്സ് തോന്നിയിട്ട്, കുഞ്ഞിന് ഇങ്ങനത്തെ സാധനത്തിനോടൊന്നും വലിയ താല്പര്യമില്ല. പക്ഷേ ആ പിള്ളേർ വന്ന് ചോദിക്കണം കണ്ടപ്പോഴത്തേക്കിനും നമുക്ക് വാങ്ങിക്കാതിരിക്കാൻ പറ്റിയില്ല. അങ്ങനെ കുഞ്ഞിനൊരു ബലൂണും വാങ്ങിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ അത്താഴ പൂജയൊക്കെ കഴിഞ്ഞ് നടയടയ്ക്കണ സമയം ആയിരുന്നു എന്ന് തോന്നുന്നു. നമുക്ക് കൃത്യമായിട്ട് അവിടുത്തെ പ്രൊസീജിയർ എന്താണെന്നൊന്നും അറിയില്ല. അതുകൊണ്ടാണ് അധികമായിട്ട് പറയാത്തത്. കുറച്ച് സമയം അവിടെ നിന്ന് അതുമൊക്കെ കണ്ട് നേരെ പോയത് ആനന്ദഭവനിലേക്കാണ്. ആനന്ദഭവനിലും ഈ പറഞ്ഞ പോലെ അഷ്ടമിയുടെ തിരക്ക്. അഷ്ടമിയുടെ സമയത്ത് ആനന്ദഭവനിലേക്കൊന്നും നമുക്ക് അടുക്കാൻ പോലും പറ്റില്ല. പക്ഷെ ഒട്ടും തിരക്കില്ലായിരുന്നു. അപ്പോൾ കുഞ്ഞിനൊരു മസാല ദോശയൊക്കെ വാങ്ങി കൊടുത്തിട്ട് നമ്മൾ ഏകദേശം ഒരു 11 മണിയോടുകൂടി തന്നെ വൈക്കത്തുനിന്ന് പോകുന്നു കേട്ടോ. പടിഞ്ഞാറ് നട വഴിയാണ് പോകുന്നത്. വൈക്കത്ത് അഷ്ടമിയുടെ സമയത്ത് പടിഞ്ഞാറ് നടയിൽ കൂടിയൊക്കെ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഭാഗ്യമാണ്. വേറെ ഒന്നും കൊണ്ടല്ല, അത്രയ്ക്ക് തിരക്കാണ്. പക്ഷേ മഴയായതുകൊണ്ട് ഒട്ടും തിരക്കില്ലാതെയാണ് നമ്മൾ ഇന്നലെ പോകുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ അഷ്ടമി വീഡിയോ. ടാറ്റാ.